بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب وشارحيه ومحشيه وسائر المصنفين. أما بعد فيقول المصنف رحمه الله: മിസാലുല്ലവ്വലി, ഒന്നാമത്തത് അത് രണ്ടാം ഖിയാസ് ലഗ്വാണ്. ഇതിന്റെ ഉദാഹരണം ഖിയാസുൽ ഖുസ്ലി അല സ്വലാത്തി, ഖിയാസുൽ ഖുസ്ലി ഔ ഖിയാസുൽ ഖുസ്ലി അല സ്വലാത്തി, നിസ്കാരത്തിന്റെ മേൽ കുളിനെ ഖിയാസാക്കി ഫിശ്തിറാത്തിൻ നിയ്യത്തി ബിജാമിഉൽ ഇബാദ. തുമ്മ ഖിയാസിൽ വുളൂഇ അലൽ ഖുസ്ലി, പിന്നെ വുളൂനെ കുളിന്റെ മേലിൽ ഖിയാസാക്കി ഫിമാ ദുക്കിറ, ഇബാദത്ത് എന്നുള്ള ജാമിഅയില്. വഹുവൽ അവൻ, ഈ രണ്ടാമത്തെ ഖിയാസ് വുളൂവിനെ കുളിന്റെ മേലിൽ ഖിയാസാക്കുന്ന ഖിയാസ് ലഗവാണ്. ലിൽ ഇസ്തിഗ്നാഇ അൻഹു ബി ഖിയാസിൽ വുളൂഇ അല സ്വലാത്തി, നേരെ വുളൂവിനെ നിസ്കാരത്തിന്റെ മേലാണ് ഖിയാസാക്കിയ പോരെ. മിസാലു സാനി, രണ്ടാമത്തേന്റെ ഉദാഹരണം അഥവാ ഇല്ലത്തിൽ ഒക്കാത്തതിന്റെ ഒന്നാം ഖിയാസിലുള്ള ഇല്ലത്തും രണ്ടാം ഖിയാസിലുള്ള ഇല്ലത്തും രണ്ട് ഇല്ലത്തായി. അങ്ങനെ ആയാൽ രണ്ടാം ഖിയാസ് മുന്നക്കിതാവില്ല. അതിന്റെ ഉദാഹരണം റത്ഖിനെ ഖിയാസാക്കലാണ്. വഹുവൻസിദാദു മഹല്ലിൽ ജിമാ. റത്ഖ് എന്ന് പറഞ്ഞാലേ ജിമാഇന്റെ മഹല്ല്, അഥവാ പെണ്ണുങ്ങളെ ഫർജ്, പെണ്ണിന്റെ ഫർജ് അടിയ, അതാണ് അടിയാന്ന് പറഞ്ഞാൽ ഇറച്ചിയോണ്ട് അടിയലിനാണ് റസ്ക്ക് എന്ന് പറഞ്ഞത്. എല്ലുകൊണ്ട് അടിയതിന് കർണ് എന്ന് പറയും. എല്ലുകൊണ്ട് അടിഞ്ഞ പെണ്ണിനെ കർണാഗ് അറിയും, മറ്റേതിന് റത്തുക്കാഗ് അറിയും. അലാ ജബ്ബിദക്കരി, എന്തിന്റെ മേലിൽ ഖിയാസാക്കുക? ദക്കർ മുറിക്കലിനോട് ഖിയാസാക്കുക. ജബ്ബ് പറഞ്ഞാല് ദക്കർ മുറിക്കലിനാണ്. അങ്ങനെ അത് സംഭവിച്ച ആൾക്ക് മജ്ബൂബ് അറിയും. ഹസ്വി എന്ന് പറഞ്ഞാല് മണി ഉടക്കുകയോ അല്ലെങ്കിൽ ഊരിയെടുക്കുകയോ ചെയ്ത ആളുകളെ കൊണ്ട് ഹസ്വി എന്ന് പറയും. ജിമാഅ് ചെയ്യാൻ ദക്കർ ഇന്തിഷാറാകാത്ത ആളെ കൊണ്ട് ഇന്നീന് അറിയും. ദക്കറും മുസൈനി ഒന്നുമില്ലാത്ത ആളെ കൊണ്ട് മംസൂഹ് എന്ന് പറയും. മംസൂഹ്. അപ്പോ പിന്നെ ഫീ അലാ ജബ്ബി ദക്കരി ഫീ ഫസ്ഖി നിക്കാഹി, ഒരാളൊരു പെണ്ണെട്ടി, നോക്കുമ്പോ ആ പെണ്ണെന്താണ് റത്ഖ ആണ് എന്ന് തിരിഞ്ഞ് എന്നാലും അയാൾക്ക് നിക്കാഹ് ഫസ്ഖ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുപോലെ പെണ്ണിന് ഭർത്താവ് മജ്ബൂബാണ്, ദക്കർ മുറിക്കപ്പെട്ട ആളാണ് എന്ന് ബോധ്യപ്പെട്ടു. അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിൽ അവന്റെ ദക്കർ മുറിക്കപ്പെട്ടു. ആദ്യം മുറിക്കപ്പെട്ട ആളൊന്നുമല്ല, ഇനി പിന്നെ മുറിക്കപ്പെട്ടു. എന്നാ ഭാര്യക്കുമാണെങ്കിൽ നിക്കാഹ് ഫസ്ഖ് ചെയ്യാനുള്ളതായിരിക്കുന്ന അധികാരമുണ്ട്. അപ്പൊ എന്തിനെ ഖിയാസാക്കിയ? റത്ഖിനെ എന്തിനോട് ഖിയാസാക്കിയ? ജബ്ബുദക്കറിനോട് ഖിയാസാക്കിയ. ഫി ഫസ്ഖിൻ നിക്കാഹി, നിക്കാഹിന് ഫസ്ഖ് ചെയ്യാൻ അധികാരം ഉണ്ടാകുന്ന വിഷയത്തിൽ. എന്താ ജാമിഅ ഫവാത്തിൽ ഇസ്തിംതാഅ്, റത്ഖിനെ കൊണ്ട് സുഖെടുക്കാൻ കഴിയില്ല. അതുപോലെ മജ്ബൂബ് ദക്കറിന്റെ ഭാഗത്തൊന്നും ഇസ്തിംതാഅ് പ്രതീക്ഷിക്കണില്ല. അതാണ് ജാമ്യ. പിന്നെന്ത് ചെയ്യാ? അതപ്പോ ഒന്നാമത്തെ ഖിയാസ് ഉണ്ടോ? ഒന്നാമത്തെ ഖിയാസില് മഖീസ് റത്ഖ്, മഖീസ് അലൈഹി ജബ്ബുദക്കർ, ഇല്ലത്ത് ഫവാത്തുൽ ഇസ്തിംതാഅ്. പിന്നെ വേറൊരു ഖിയാസ് തുമ്മ ഖിയാസിൽ ജുദാമി, പിന്നെന്ത് ചെയ്തു? ജുദാമ്, വെള്ളപ്പാണ്ടുണ്ടല്ലോ, വെള്ളപ്പാടിനെ ഖിയാസാക്കുക. അലർ റത്ഖി, റത്ഖിന്റെ മേലിൽ ഖിയാസാക്കുക. ഭീമാതുക്കിറ, മേൽ പറയപ്പെട്ടത്, അതായത് ഈ ഫസ്ഖു നിക്കാഹിന്റെ വിഷയത്തില്. അപ്പൊ നമ്മൾ പറയാ അപ്പൊ റത്ഖായിനെ ആയാല് ഫസ്ഖ് ചെയ്യാന്ന് പതുപൂത്തായില്ലേ. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കരിമെന്ന് ഒരാള്, ആണിനാലും വേണ്ടില്ല പെണ്ണിനാലും വേണ്ടില്ല, കുഷ്ഠരോഗം ഉണ്ടായാൽ മറ്റേയാൾക്ക് ഫസ്ഖ് ചെയ്യാനുള്ളതായിരിക്കുന്ന അവകാശമുണ്ട്. അപ്പൊ ജുദാമിനെ രണ്ടാമത്തെ ഖിയാസ്, ഇപ്പൊ ജുദാമിനെ ഖിയാസാക്കുക. എന്തിന്റെ മേലില് ഖിയാസാക്കുക? ഒന്നാമത്തേയിലെ ഫറആയ റത്ഖിനോട് ഖിയാസാക്കുക. ഹുക്മ ഏതാണ്? രണ്ടിനോട് ഹുക്മ
അത് നിക്കാഹിനെ ഫസ്ഖ് ചെയ്യാനുള്ള അധികാരം ഉണ്ടാകുക, അവകാശം ഉണ്ടാകുക എന്നുള്ള. അതിന് ഇല്ലത്ത് എന്താ പറയാനുള്ളത്? പറയാൻ പറ്റുമോ? ഏത് ജുദാമ് റസഖിന്റെ മാതിരി ഇസ്തിംതാഴ് നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. റസഖ് ജബ്ബിന്റെ മാതിരി ഇസ്തിംതാഴ് നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന് പറയാൻ പറ്റും. ഇവിടെ എന്ത് പറയാൻ പറ്റൂല? റസഖിന്റെ മാതിരി ജുദാമ് ഇസ്തിംതാഴ് നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഒന്നാമത്തെ ഖിയാസിലുള്ള ഇല്ലത്ത് ഫവാത്തുൽ ഇസ്തിംതാഅ്, രണ്ടാമത്തെ ഖിയാസിൽ അതല്ല ഇല്ലത്ത്. പിന്നെ ഇല്ലത്ത് എന്താണ്? രണ്ടും ബൈഇല് ഫസ്ഖിനെ സുബൂത്താക്കുന്നതാണ്. ഒരാളൊരടിമയെ ഒരടിമ സ്ത്രീയെ വാങ്ങി നോക്കുമ്പോൾ റത്ഖാ ആണ്. എന്നാൽ പിന്നെ വിറ്റോന്റെ സമ്മതമൊന്നും കൂടാതെ തന്നെ പോകാൻ സമ്മതിച്ചില്ലെങ്കിലും ഫസ്ഖ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരാൾ ഒരു അടിമയെയോ അടിമ സ്ത്രീയെയോ വാങ്ങി നോക്കുമ്പോൾ എന്താണ്, പിന്നെ കുഷ്ഠരോഗമുണ്ട്. എന്നാൽ അവിടെ മറ്റവന്റെ സമ്മതം കൂടാതെ തന്നെ ഫസ്ഖ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഖിയാസിലുള്ള ഇല്ലത്ത് രണ്ടും എന്ത് ബൈഇനെ ഫസ്ഖ് ചെയ്യാനുള്ള ഖിയാർ ഉണ്ടാക്കി തീർക്കും എന്നുള്ളതാ. രണ്ടുകൊണ്ടും ബൈഇനെ ഫസ്ഖ് ചെയ്യാം എന്ന് പറയാൻ പറ്റില്ല, രണ്ടുകൊണ്ടും ഇസ്തിംതാഅ് നഷ്ടപ്പെടും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ റത്തുക്കിലിപ്പോ ഫസ്ഖുൻ നിക്കാഹ് സുബൂത്തായത് ഏതൊരു ഇല്ലത്തിന് വേണ്ടിയാണ്? ഫവാത്തുൽ ഇസ്തിംതാഅ് എന്ന് പറഞ്ഞ ഇല്ലത്തിന് വേണ്ടിയാണ്. ആ ഇല്ലത്ത് എവിടെ ഇല്ല? രണ്ടാമത്തെ ഖിയാസിലെ ഫറആയ ജുദാമിലില്ല. അപ്പൊ ഈ രണ്ടാമത്തെ ഖിയാസിന്റെ ഏതിയില്ല? മുന്നാഖിദായില്ല. കാരണം ഏതൊരു കാരണത്തിന് വേണ്ടിയാണോ റത്തുക്ക് ഫസ്ഖുൻ നിക്കാഹിനെ സുബൂത്താക്കിയത്, അത് ഫവാത്തുൽ ഇസ്തിംതാഅ്. ആ ഫവാത്തുൽ ഇസ്തിംതാഅ് എവിടില്ല? ജുദാമിലില്ല. അപ്പൊ രണ്ടാമത്തെ ഖിയാസിന്റെ ഏതിയില്ല? മുന്നാഖിദായില്ല. അപ്പൊ ഇതാണ് അസ്ല ഹുക്മ്. ഖിയാസ് കൊണ്ട് സുബൂത്തായുള്ള കുഴപ്പതാ. രണ്ട് ഖിയാസിലുള്ള ഇല്ലത്ത് ഒന്നാണെങ്കിൽ രണ്ടാം ഖിയാസ് വെറുതെ. രണ്ട് ഖിയാസിലുള്ള ഇല്ലത്ത്, ഒന്നാം ഖിയാസിലുള്ളതൊന്ന് വേറിൻ, രണ്ടാമത്തേലുള്ള ഇല്ലത്തൊന്ന് വേറിയാണെങ്കിൽ രണ്ടാം ഖിയാസ് മുന്നാഖിദാകാതിരിക്കുക. ഇതാണ് പ്രശ്നം. ثم قياس الجذام على الرزق فيما ذكر وهو غير منعقد. ഈ രണ്ടാം ഖിയാസ് മുന്നാഖിദാവില്ല, لأن فوات الاستمتاع غير موجود فيه. والقول بأنه لا يثبت حكم الأصل بالإجماع إلا أن يعلم أن مستنده النص ليستند القياس إليه مردود بأنه لا دليل عليه. نعم، يحتمل أن يكون الإجماع عن قياس ويدفع بأن كون حكم الأصل حينئذ عن قياس مانع في القياس، والأصل عدم المانع. പിന്നെ രണ്ടാമത്തെ ഈ കീലന്റെ തൗജീഹ് എന്താ? മഖീസ് അലൈഹിന്റെ ഹുക്മ് ഇജ്മാ കൊണ്ട് സുബൂത്തായാൽ ഇജ്മാന്റെ മുസ്തനദ് ചിലപ്പോൾ എന്താവാം? ആയത്താവാം, ചിലപ്പോ ഹദീസാകാം. അപ്പൊ ഓക്കെ. ചിലപ്പോ ഖിയാസ് ആകുമല്ലോ. അപ്പോ ഫർഇലെ ഹുക്മ് എന്തുകൊണ്ട് അസ്ലുള്ള ഹുക്മ് അത് പിന്നെ ഇതുകൊണ്ട് സുബൂത്തായി എന്ന്, ഖിയാസ് കൊണ്ട് സുബൂത്തായി എന്ന് വരൂലേ? ഇല്ല. പക്ഷെ വൽ ഖൗലു ബിഅന്നഹു ലാ യസ്ബുതു ഹുക്മുൽ അസ്ലി ബിൽ ഇജ്മാഅ്, മഖീസ് അലൈഹിന്റെ ഹുക്മ് ഇജ്മാ കൊണ്ട് സുബൂത്താകാൻ പാടില്ല. എന്തുകൊണ്ട്? ലില്ലാഹുഅലമ, അറിയപ്പെട്ടാലല്ലാതെ, അന്ന മുസ്തനദഹു നസ്സു, ആ ഇജ്മാഇന്റെ മുസ്തനദ് നസ്സാണ്, ആയത്തോ ഹദീസാണോ ആണ് എന്ന് അറിയപ്പെട്ടാലല്ലാതെ. അത് മുസന്നിഫിന് ഇട്ടുകൊണ്ടല്ലോ ഒന്ന് കൊട്ടിയതാ. മുസന്നിഫ് പറഞ്ഞ് ആ വക്കീല വല്ലിജ്മാഇ, അവിടെ മുസന്നിഫ് എന്ത് പറയേണ്ടത്? ഇനി ഖീല വല്ലിജ്മാഇ ഇല്ലാ യുഅലമ അന്ന മുസ്തനദഹു നസ്സു. കാരണം ഈ ഖീലക്കാര് അലൽ ഇത്ലാഖ് ഇജ്മാ കൊണ്ട് സുബൂത്താകാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. ഓല് പറഞ്ഞത് ഇജ്മാ കൊണ്ട് സുബൂത്തായതാണെങ്കിൽ അതിന് ആ ഇജ്മാന്റെ മുസ്തനദ് നസ്സാണ് എന്ന് അറിയണം. അപ്പൊ മുസ്തനദ് നസ്സാണ് എന്ന് അറിയാത്തോടത്തോളം കാലം, അറിയപ്പെടാതെ ഇജ്മാഇന് സുബൂത്താകാൻ പാടില്ല. അങ്ങനെ കൈതുണ്ട് അവിടെ. ആ കൈത് മുസന്നിഫ് വിട്ടുപോയി, അത് കൂട്ടിച്ചേർക്കേണ്ടതായിരുന്നു.
അതാണ് ഷാരിഹ് ഷാറത്താക്കിയത്. ഇല്ല അയ്യുലമ അന്ന മുസ്തനദഹു നസ്സു ലിയസ്തനിദൽ ഖിയാസു ഇലൈഹി. ലിയസ്തനിദൽ ഖിയാസു, ഖിയാസ് മുസ്തനിദാകാൻ ഇലൈഹി, നസ്സിലേക്ക് മുസ്തനിദാകാൻ ഇജ്മാഇന്റെ മുസ്തനദ് നസ്സാണ് എന്നറിയപ്പെടണം. അറിയപ്പെടാത്തോളത്തോളം കാലം ഖിയാസ് കൊണ്ട് ഇജ്മാ കൊണ്ട് സുബൂത്താക്കാൻ പാടില്ല എന്ന കൗല് മർദൂദുൻ. പോലെ കൗല് പറഞ്ഞ മുക്തതയാണ്, അതിന്റെ ഖബർ മർദൂദുൻ. അത് മർദൂദാണ്, തള്ളപ്പെട്ടതാണ്. എന്തുകൊണ്ട്? അതിന് ദലീലൊന്നുമില്ല. നഅം യഹ്തമിലു അൻ യകൂന ഇജ്മാഉ അൻ ഖിയാസിൻ. ഒരു പറഞ്ഞാൽ ചിലപ്പോ ഇജ്മാ ചിലപ്പോ ഖിയാസിൻ അല്ല മുസ്തനദ് ഖിയാസ് ആവാം. പക്ഷേ വയുദ്ഫഉ അത് ദഫഅ ചെയ്യപ്പെടും അന്ന കൗന ഹുക്മിൽ അസ്ലി ഹീനഇദിൻ അൻ ഖിയാസ്. അപ്പോ ഇജ്മാഇന്റെ മുസ്തനദ് ഖിയാസ് ആകുന്ന സന്ദർഭത്തില് അസ്ലിന്റെ ഹുക്മ പിന്നെ ഖിയാസ് കൊണ്ട് സുബൂത്തായില്ലേ, അതൊരു മാനിയാണ്. ഖിയാസും ഹിനൈദിൻ ഖിയാസിൻ മാനിയാണ്, അതൊരു മാനിയാണ്. ഖിയാസ് ഖിയാസിലുള്ളൊരു മാനിയാണ്. വൽ അസ്ലു അദമുൽ മാനി. അവിടെ നമ്മൾ വേറൊരു മറുപടിയും കൂടി പറഞ്ഞു. അതായത് അത് ഖിയാസ് കൊണ്ട് സുബൂത്താകാൻ പാടില്ല എന്ന്, വെറും ഖിയാസ് കൊണ്ട് സുബൂത്താകാൻ പാടില്ല എന്നാണ്. ഇജ്മാഅ് ഏതൊരു ഖിയാസിലേക്ക് ഈ മഹാന്മാരായ അയിമ്മത്ത് ഇജ്മാഇന്റെ അഹ്ലികാർ മുസ്തനിദായാൽ അത് വെറും ഖിയാസ് അല്ല, അതിനെന്തുണ്ട്? ഒരു പ്രത്യേക പവറുണ്ട്. അപ്പോ അങ്ങനത്തെ ഖിയാസിനെ തൊട്ട് സുബൂത്താകുന്നതിന് കുഴപ്പമില്ല എന്നും അറിയില്ല. وكونه غير متعبد فيه بالقطع. അതുപോലെ തന്നെ ഏത് അസ്ലിന്റെ ഹുക്മിന് വേറൊരു ഷർത്തും കൂടി ഉണ്ട്. എന്താണ്? അതിന് യഖീൻ കീർത്തിക്കപ്പെടാത്തതാവണം. യഖീന് കീർത്തിക്കപ്പെടാത്തതാവണം. യഖീന് കീർത്തിക്കപ്പെട്ട ഇൽമു മത്ലൂബായ, യഖീന് മത്ലൂബായ, അതുകൊണ്ട് ഉറപ്പിക്കലാണ് ആവശ്യം, ഏതല്ല എന്നല്ല. അങ്ങനത്തെ വിഷയത്തിന് എന്ത് ചെയ്യാൻ പറ്റൂല? ഖിയാസാക്കാൻ പറ്റൂല. കാരണം അങ്ങനത്തെ ഒരു വിഷയമാകുമ്പോ ആ വിഷയത്തിനോട് ഖിയാസാക്കുന്നത് ഒരു യഖീൻ മത്ലൂബായ ഒരു വിഷയത്തിനെ ആയിരിക്കും. യഖീനാണെങ്കിൽ ഖിയാസ് കൊണ്ട് സുബൂത്താവൂല. ഖിയാസ് കൊണ്ട് തന്നെ സുബൂത്താവുള്ളൂ. നമ്മള് ഖിയാസിന്റെ ബാബിന്റെ തരക്ക് തന്നെ പറഞ്ഞാണല്ലോ. കാരണം മഖീസിലെ ഹുക്കുമ സുബൂത്താവണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. ഒന്ന് മഖീസിലേക്ക് ഹുക്കുമുണ്ട് എന്ന് ഉറപ്പ് വേണം. അതിന്റെ കാരണം എന്നതാണ് എന്ന് ഉറപ്പ് വേണം. ആ കാരണം ഫറയിലുണ്ട് എന്ന് ഉറപ്പ് വേണം. അസ്ലിന്റെ ഖുസൂസിയത്ത് ഷർത്തല്ല എന്ന് ഉറപ്പ് വേണം. ഫറയിന്റെ ഖുസൂസിയത്ത് മാനിയ അല്ല എന്ന് ഉറപ്പ് വേണം. ഈ ഉറപ്പുകളൊക്കെ കിട്ടി, ഈ മുഖദ്ദിമാത്ത് കൊണ്ടൊക്കെ ഉറപ്പിട്ടിയാലല്ലേ ഖിയാസ് കൊണ്ട് ഉറപ്പിട്ടുള്ളൂ. അപ്പോ ഉറപ്പ് മത്ലൂബായ വിഷയത്തിനെ എന്ത് ചെയ്യാൻ പറ്റൂല? ഖിയാസ് കൊണ്ട് സുബൂത്താക്കാൻ പറ്റൂല. അപ്പൊ മഖീസ് അലൈഹിന്റെ ഹുക്മ് ഉറപ്പ് നിർബന്ധമായ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ഉറപ്പ് നിർബന്ധമായ വിശ്വാസമായ കാര്യങ്ങൾ കേട്ടോ, അള്ളാഹുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്, അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഖിയാസ് കൊണ്ട് സുബൂത്താക്കാൻ പറ്റൂല. കാരണം ഖിയാസ് കൊണ്ട് തന്നെ കിട്ടുള്ളൂ. യഖീന് കിട്ടാനുള്ളതായിരിക്കുന്ന സാധ്യത വളരെ കുറവാണ്. കാരണം ഈ മുഖദ്ദിമ കൊണ്ടൊക്കെ ഉറപ്പ് വേണം, എന്നാലേ ഉറപ്പിട്ടുള്ളൂ. وكونه غير متعبد فيه بالقطع. കൗനുഹു മഖീസലിന്റെ ഹുക്മ് ഗൈറ മുതഅബ്ബദിൻ ഫീഹി ബിൽ ഖത്ഇ, അതിൽ യഖീൻ തേടപ്പെടാത്തതാവണം. കമാ ദക്കറഹു അൽ ഗസാലി ലഅന്ന കമാ ദക്കറഹു അൽ ഗസാലി എന്നും പറയാം, ഗസാലി എന്നും പറയാം. ചിലര് പറഞ്ഞു അവരുടെ വാപ്പ എന്തായിരുന്നു, ഈ പരുത്തി വാങ്ങിയാണ്ട് നൂലുണ്ടാക്കിയിരുന്നതായിരിക്കുന്ന ആളായിരുന്നു. നല്ല ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു, ഒരു നാടൻ. അവര് പിന്നെ കുറെ
പ്രായം ആയി രണ്ട് കുട്ടികളുണ്ടായി, മുഹമ്മദുൽ ഗസാലി മുഹമ്മദും അഹമ്മദും. അപ്പോൾ അവരടുത്തുള്ള കാശെല്ലാം ഒരു ആലിമിനെ ഏൽപ്പിച്ചുകൊണ്ട് രണ്ട് കുട്ടികളെയും അതും ഏൽപ്പിച്ച് പോറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്ത് ചെയ്തു, അവര് മരിച്ചതിന്റെ ശേഷം ഈ ഇവരെ ഏൽപ്പിച്ച പൈസ മുഴുവൻ ഞങ്ങൾക്ക് തിന്നാൻ കൊടുത്ത് തീർന്നു. അവസാനം പറഞ്ഞു, മക്കളെ വാപ്പ ഏൽപ്പിച്ചൊക്കെ തീർന്നുകണ്, നിങ്ങൾ വല്ല പള്ളി ദർശനം പോയിക്കോളി, ആ ചെലവ് അങ്ങനെ കിട്ടും എന്നറിഞ്ഞ്. അങ്ങനെ ചെലവ് കിട്ടാൻ വേണ്ടിയിട്ട് പോയതാ. അങ്ങനെ മഹാനായ വലിയ ആലിമായതിന്റെ ശേഷം അവർ പറഞ്ഞു, തലബുലൽ ഇൽമ ലിഗൈരില്ലാഹ് ഫഅബൽ ഇൽമു അൻ യകൂന ഇല്ലാ ലില്ലാഹ്. അപ്പൊ അങ്ങനെ ആ ബാപ്പാനെ കൊള്ള നിസ്ബയാണ് ഗസാലി എന്ന് അങ്ങനെയല്ലേ പറഞ്ഞു. ചിലവര് പറഞ്ഞു ഗസാലത്ത് പറഞ്ഞ നാടാണ്, ആ നാട്ടിലേക്ക് നിസ്ബയാണ് ഗസാലി എന്ന് അങ്ങനെയും. كما ذكره الغزالي لأن ما تعبد فيه بالقطع إنما يقاس على محله. കാരണം ഏതൊരു വിഷയത്തിൽ യഖീന് തേടപ്പെട്ടിക്കണോ ആ വിഷയത്തിൽ ആ ഹുക്കുമിന്റെ മഹലിന്റെ മേലില് ഖിയാസാക്കപ്പെടൽ എന്തിനായിരിക്കും? യഖീൻ തേടപ്പെടുന്ന ഒരു ഹുക്കുമിനെ ഒരു വിഷയത്തിനായിരിക്കും. കലഖായിരി വൽ ഖിയാസു ലാ യുഫീദുൽ യഖീൻ. പക്ഷെ അതിന് എത്തിറാദ് ചെയ്യപ്പെട്ടു, ബിഅന്നഹു യുഫീദുഹു. ഖിയാസും യഖീനെ ഫായിദപ്പിക്കും. ഇദാ ഉലിമ ഹുക്മുൽ അസ്ലി, അസ്ലിന് ഹുക്കുമുണ്ട്, മഖീസലൈക്ക് ഹുക്കുമുണ്ട് എന്ന് ഉറപ്പിട്ടിയാല്, വമാ ഹുവൽ ഇല്ലത്തു ഫീഹി എന്ന് പറഞ്ഞാൽ ആ ഹുക്കുമിന്റെ ഇല്ലത്ത് ഏതാണ് എന്നും അറിയപ്പെട്ടാല്, എന്നും ഉറപ്പിട്ടിയാല്, വവുജൂദിഹാ ഫിൽ ഫർഇ, പിന്നെ ഇദാ ഉലിമ ഹുക്മുൽ അസ്ലി വമാ ഹുവൽ ഇല്ലത്തു ഫീഹി വവുജൂദുഹാ ഫിൽ ഫർഇ. ഈ മൂന്ന് മുഖദ്ദിമാത്ത് കൊണ്ട് യഖീൻ ഉണ്ടായാൽ ഖിയാസ് കൊണ്ട് യഖീൻ കിട്ടും. നമ്മൾ പറഞ്ഞു വേറെയും എന്ത് വേണം, അസ്ലിന്റെ ഖുസൂസിയത്ത് പിന്നെ ഷർത്തല്ല. അതായത് പിന്നെ ഇസ്കാർ ഹുർമത്ത് ഇസ്കാറിന്റെ മേലെ തറത്തുബാകാൻ അത് ഖംറിന്റെ ഹുർമത്താകാൻ ഷർത്തല്ല എന്ന് ഉറപ്പും വേണം. എന്ന് പറഞ്ഞാൽ നബീദിന്റെ ഹുർമത്ത് ആ ഹുക്കുമ സുബൂത്താകാൻ മാനിയല്ല എന്നും ഉറപ്പ് വേണം. ഇങ്ങനൊക്കെ ഉറപ്പ് വേണം. അതുകൊണ്ട് തന്നെയാണല്ലോ പിന്നെ ആയത്തിനെ എല്ലാ ആയത്ത് കത്തഴിയും പിന്നെ വെന്യുമായിട്ട്, അങ്ങനെ ആയത്താണ് എന്നുള്ള ഉറപ്പാണെങ്കിലും ആയത്ത് ചില ആയത്ത് അതിന്റെ മഅനീല് നസ്സാവൂല, ളാഹിറൈക്കാരം. അപ്പൊ യഖീനും ആയത്ത് ഹുക്കുമില് ഫായിദപ്പിക്കുന്ന വിഷയത്തിന് യഖീനും വെന്യുമായിട്ട് മുൻകസിമാവും. ഹദീസും അങ്ങനെ മുൻകസിമാവും. മുതവാത്തിറ ഹദീസൊക്കെ യഖീനിയാണ്, ഖബർ വാഹിദ് വെന്യാവും. എന്നാല് ഖിയാസിന് ആരും എന്താണ് യഖീനിയായ ഖിയാസ് തന്നെയായ ഖിയാസ് എന്നായിട്ട് വേർതിരിച്ചിട്ടില്ല. وكونه شرعيا إن استلحق حكما شرعيا എന്ന് പറഞ്ഞ മാതിരി മഖീസ് അലൈന്റെ ഹുക്കുമിന് വേറെ ഷർത്ത് കൂടി ഉണ്ട്. അത് ശറഈയായ ഹുക്കുമാവണം. എപ്പോ അത് ഒരു ശറഈയായ ഹുക്കുമിനെയാണ് ഇസ്തിൽഹാഖ് ചെയ്യുന്നത് എങ്കിൽ, അഥവാ അതിന്റെ മേലെ ഖിയാസാക്കുന്നത് ശറഈയായ ഹുക്കുമാണെങ്കിൽ ആ മഖീസ് അലൈന്റെ ഹുക്കുമ് ശറഈയാവണം. എന്ന് പറഞ്ഞാൽ ഒരു ശറഈയായ ഹുക്കുമ് സുബൂത്താക്കാൻ ഇതിനോടെ ഖിയാസാക്കാൻ പറ്റുള്ളൂ, ശറഈയായ ഹുക്കുമിനോടെ ഖിയാസാക്കാൻ പറ്റുള്ളൂ. അഖിലിയായ ഒരു ഹുക്കുമ് സുബൂത്താകാൻ അഖിലിയായ ഹുക്കുമിന്റെ മഹലിനോടെ ഖിയാസാക്കാൻ പറ്റുള്ളൂ. ആദിയായ ഒരു ഹുക്കുമ് സുബൂത്താക്കാൻ ആദിയായ ഹുക്കുമിന്റെ മഹലിനോടെ ഖിയാസാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ വസ്തുവും അതിനോട് അനുയോജ്യമായതിനോടെ ഖിയാസാക്കാൻ പറ്റുള്ളൂ. അപ്പോ ഒരു ശറഈയായ ഖിയാസ് ഹുക്കുമ് സുബൂത്താക്കാനാ ഖിയാസാക്കണമെന്നുണ്ടെങ്കിൽ അതിനവിടെ മഖീസ് അലൈന്റെ ഹുക്കും എന്താവണം? ശറഈയായ ഹുക്കുമാവണം. ഇവ നമ്മള് നബീദിന്റെ ഹുർമത്ത് സുബൂത്താക്കാന് ഈ ഖംറിനോട് നമ്മൾ ഖിയാസാക്കിയാണ്. അപ്പൊ ഖംറിന്റെ ഹുക്കും എന്താണ്?
ഹുർമത്ത്, അത് ശർഈയായ ഒരു ഹുക്കുമാണ്. നേരെ മറിച്ച് നമ്മൾ ഒരു ഭക്ഷണം, ആ ഭക്ഷണം ഒരു രോഗത്തിന് ഹാനികരമാണ്, അതിനോട് നമ്മൾ വേറൊരു ഭക്ഷണത്തിനും കിയാസാക്കുക. അപ്പൊ അവിടെ സുബൂത്താക്കേണ്ട എന്താണ്? ഈ ഭക്ഷണം ഈ രോഗത്തിന് ഹാനികരമാണ്. ആ ഹുക്കുമ് സുബൂത്താകാന് ഈ രോഗത്തിന് മറ്റൊരു ഭക്ഷണം ഹാനികരമാണ്. അപ്പൊ ഒരു 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 ഭക്ഷണം രോഗത്തിന് ഹാനികരമാവുക എന്നുള്ളത് അതെന്താണ്? അതൊരു ആദിയായ ഒരു ഹുക്കുമ, ശറഈയായ ഹുക്കുമല്ല. ശറഈയായ ഹുക്കുമായിട്ട് മേലെ തുടർന്ന് വരും കേട്ടോ. അപ്പൊ അത് എന്താണ്? രണ്ടും ഹാനികരമാണെന്ന് നോക്കുമ്പോൾ അത് നമ്മൾ കണ്ടതാണ്. കാരണം അല്ലാഹു വലാതുൽ ഖൂബിയൈദീക്കും ഇല തഹ്ലുക എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അത് രണ്ടും കണ്ടതാണ് എന്നുള്ളത് അത് വേറെ രണ്ടാമത്തെ. പക്ഷെ ഈ ഖിയാസ് കൊണ്ടോടെ സുബൂത്താവുന്നത് എന്താണ്? ഈ ഭക്ഷണം വാറാണ്, മറ്റേ ഭക്ഷണം വാറായതുപോലെ. പിന്നെ എന്നതുപോലെ ഇപ്പൊ നമ്മൾ എന്താണ് ഒരു ലോവിയായ ഖിയാസ്, മുന്തിരി നീരിന് ഹംറ് എന്ന് പറഞ്ഞത് അതില് അക്കലിനെ മൂടുക എന്നുള്ള സവിശേഷത ഉണ്ടായത് കൊണ്ടാണ്. അക്കലിനെ മൂടുക എന്നുള്ളതായിരിക്കുന്ന സവിശേഷത ഈ വിദേശ മദ്യങ്ങളിലുണ്ട്. അപ്പം വിദേശ മദ്യം എന്താണ്? ഹംറ് എന്ന് പറഞ്ഞതിന്റെ പരിധിപ്പെട്ടത് തന്നെയാണ്. അതും ഹംറ് തന്നെയാണ്. അതിനെ കൊണ്ട് ഹംറ് എന്ന് പറയും. ഹംറിന്റെ ഒരു മിസ്താഖ് തന്നെയാണ് അത്. അപ്പൊ അവിടെ സുബൂത്താകുന്നത് എന്താണ്? ഈ വിദേശ മദ്യം അത് ഹംറിന്റെ മഹനിപ്പെട്ടതാണോ, അതിനു വേണ്ടി ഹംറ് എന്ന് വെക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ലോവിയായ. അപ്പൊ ലോവിയായ വിഷയം സുബൂത്താക്കാൻ ലോവിയായ വിഷയം ഹുക്കുമായ ഒരു മഹല്ലിനോടാക്കി ഖിയാസാക്കുക. ശറഈയായ ഹുക്കുമ് സുബൂത്താക്കാൻ ഏത് മഹല്ലിനോട്? അതിന്റെ ഹുക്കുമ് ശറഈയായ ഹുക്കുമാണ്, അങ്ങനത്തെ ഒരു മഹല്ലിനോടാണ് ഖിയാസാക്കുക. അപ്പൊ മുസന്നിഫ് പറയാനോ കൗനുഹു ശറഈയൻ ഇൻ ഇസ്തൽഹഖ ഹുക്മൻ ശറഈയ. ശറഈയാകുക എന്നുള്ളത്, ഹുക്മ് ശറഈയാകുക എന്നുള്ളത് അത് ഷർത്താണ്. എപ്പോ? അത് ഇനിസ്തൽഹഖ ആ ഹുക്മ് ഒരു ശറഈയ ഹുക്മിനെയാണ് ഇസ്തിൽഹാഖ് ചെയ്യുന്നത് എങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ശറഈയ ഹുക്മിനെയാണ് അതിന്റെ മേൽ ഖിയാസാക്കലിലൂടെ സുബൂത്താകുന്നത് എങ്കിൽ മത്ലൂബ് ഇസ്ബാതുഹു ദാലിക ഫഇൻ ലം യസ്തൽഹിഖുഹു. അപ്പോ ഈ ഖിയാസിന്റെ ശറഈയ ഹുക്മിനെ ഇസ്തിൽഹാഖ് ചെയ്തില്ല ബിഅൻകാരൽ മത്ലൂബ് ഇസ്ബാതുഹു ഗൈറ ദാലിക ബിനാഅൻ അലാ ജവാസിൽ ഖിയാസ് ഫിൽ അഖലിയാത്തി വൽ ലുഗവിയാത്തി. അഖലിയാത്തിൽ ഖിയാസ് പറ്റും, അതുപോലെ ലുഗവിയാത്തിൽ ഖിയാസ് പറ്റും എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന അഭിപ്രായം അനുസരിച്ചട്ടോ. നേരെ മറിച്ച് അഖലിയാത്തിൽ ഖിയാസ് പറ്റൂല, കാരണം അഖലിയായ ദലീൽ തന്നെ മതി. അപ്പൊ ഖിയാസിന് അവിടെ ആവശ്യമില്ല, പ്രസക്തി ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പോലെ നമ്മൾ പട വെട്ടിക്കാണ്ട് ഉണ്ടായിക്കോട്ടെ, ഒരു വിഷയത്തിന് 2 ദലീലുണ്ടായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു പോന്നാണ്. അതുപോലെ ഖിയാസ് ലോകത്ത് ഖിയാസ് കൊണ്ട് സുബൂത്താവൂലേ? അവിടെ മുസന്നിഫ് ഇത്രതാക്കിയിട്ട് സുബൂത്താവൂല എന്നാണ്. കുറെ ആളുകളൊക്കെ സുബൂത്താവും പറഞ്ഞിട്ടുണ്ട്. അപ്പോ അഖലിയാത്തിനും ലോബിയാത്തിനും ഖിയാസ് ജായിസാവും എന്നതിന്റെ മേലെടുത്തിട്ട് ഏത് ശറഈ അല്ലാത്ത ഒരു ഹുക്കുമിനെ അഥവാ ഒരു ലോബിയായ ഹുക്കുമിനെ അഖലിയായ ഹുക്കുമിനെയൊക്കെ സുബൂത്താക്കുന്നത് എങ്കിൽ അവിടെ മഖീസലിന്റെ ഹുക്കുമ് ശറഈയാവൽ ഷർത്തില്ല. ശറഈയാവൽ ഷർത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ അർത്ഥം എന്താണ്? ഒരു ശറഈ ആയാലും ഷർത്താണ് എന്തല്ല ശറഈ ആയാലും ഷർത്തില്ല. അപ്പൊ ശറഈ ആകാൻ ശറഈ അല്ലാതിരിക്കും ചെയ്യാം എന്നല്ല, ശറഈ ആകൽ ഷർത്തില്ല, അഥവാ ഒരു ശറഈ ആകൽ ഷർത്താണ്. അപ്പൊ ചുരുക്കത്തില് ശറഈ സുബൂത്താക്കാൻ ശറഈയായ ഹുക്കുമുള്ള ഒരു മഹല്ലിനോടാണ് ഖിയാസാക്കുക. ശറഈ അല്ലാത്തൊരു ഹുക്കുമ് സുബൂത്താക്കാൻ ഏതൊന്നിന്റെ ഹുക്കുമ് ശറഈ അല്ലാത്തതാണോ അതിനോടാണ് ഖിയാസാക്കുക.
بمعنى أنه يكون غير شرعي ولا بد. نعم. നിശംശയം അത് ഒരു ശരയാവണം എന്നർത്ഥത്തിന് എന്നല്ലാതെ ശരയാൽ ഷർത്തില്ല, അപ്പൊ ശരയാകാം ഒരു ശരയാകാം എന്നുള്ള അർത്ഥത്തിനല്ല. فإن غير الشرعي لا يستلحقه إلا غير شرعي كما أن الشرعي لا يستلحقه إلا شرعي. ولما ذكر العاملي وغيره هذا الشرط بناء على امتناع القياس بالعقليات واللغويات كما صرحوا به، زاد المصنف فيه القيد المذكور ليبقى على شرطيته مع جواز القياس فيهما المرجح عنده. نعم. ആമിദിയും മറ്റുമൊക്കെ ലോകവിയാത്തിൽ കിയാസ് നടക്കൂല, അഖലിയാത്തിൽ കിയാസ് നടക്കൂല എന്ന് എന്ന് പറഞ്ഞാൽ ദുന്യവിയായ ഉമൂറിന്റെ കിയാസ് നടക്കൂല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓരടുക്കൽ കിയാസ് കൊണ്ട് സുബൂത്താക്കണ എപ്പോഴും ശറയ ഹുക്കുമേ ആവുള്ളൂ. അപ്പൊ അതനുസരിച്ച് ഓൽക്കെന്ത് പറഞ്ഞാൽ മതി, മഖീസലൈന്റെ ഹുക്കുമ് ശറയ്യാകൽ ഷർത്താണ്. കാരണം ഏതൊരു കിയാസ് കൊണ്ടും ശറയ്യായ ഹുക്കുമിനെ സുബൂത്താക്കുള്ളൂ. അപ്പോ മഖീസലൈന്റെ ഹുക്കുമ് ശറയ്യാവൽ ഷർത്താണ് എന്ന് അലലിത്തലാക്കാണ്ട് പറഞ്ഞാൽ മതി. പക്ഷേ അഖലിയാത്തിന് കിയാസ് നടക്കും, അലിയാത്തിന് കിയാസ് നടക്കും, തിബിയായ വിഷയങ്ങളിലൊക്കെ കിയാസ് നടക്കും, ലോബിയായ കിയാസ് നടക്കും എന്ന് പറയുന്നവർക്ക് ഈ ഷർത്ത് നിരുപാധികം പറയാൻ പറ്റില്ല. ഈ ഷർത്തായി ബാക്കിയാവണമെങ്കിൽ ഇങ്ങനെ ഒരു കൈത് കൊടുക്കണം. എന്ത്? മഖീസ് അലൈന്റെ ഹുക്കുമ് ശറയ്യാവൽ ഷർത്താണ് എപ്പോൾ ശറയ്യായ ഹുക്കുമിനെ ഇസ്തിലാഹ് ചെയ്യുകയാണെങ്കിൽ. നേരെ മറിച്ച് ശറഈ അല്ലാത്ത ഹുക്കുമിനെ ഇസ്തിലാഹ് ചെയ്യുകയാണെങ്കിൽ അവിടെ ശറഈ അല്ലാതിരിക്കലാണ് ഷർത്ത്. അപ്പോ പറഞ്ഞപ്പോൾ ഒരു വ്യക്തമായി പറഞ്ഞു ഈ ഷർത്ത് അഖലിയാത്തിനും ലഗ്വിയാത്തിനും ഖിയാസും തന്നെയാണ് എന്നതിന്റെ മേലെ എടുത്തിട്ടാണ് എന്ന് സറഹു ബിഹി പറഞ്ഞാൽ സറഹു ബിദാക്കൽ ബിന. സാദൽ മുസന്നിഫു ഫീഹി, മുസന്നിഫ് എന്ത് ചെയ്തു? ഈ ഷർത്തിലേറ്റി. സാദൽ മുസന്നിഫു ഫീഹി ഐ ഫീ ഹാദ ഷർത്ത് അൽ ഖൈദ് അൽ മദ്കൂർ, മേൽ പറഞ്ഞ ഖൈദ്, അതായത് ഇനിസ്തൽഹഖ ശർഇയ്യൻ എന്ന ഖൈദേറ്റി. ലിയബ്ഖാ, ബാക്കിയാകാൻ വേണ്ടി, ഷർത്ത് ബാക്കിയാകാൻ വേണ്ടി, അല്ല ഷർത്തിയ്യതിഹി, ഷർത്തായി ബാക്കിയാകാൻ വേണ്ടി. പിന്നെ മഅ ജവാസിൽ ഖിയാസ് ഫീഹിമാ, അഖലിയാത്തിനും ലഗ്വിയാത്തിനും ഖിയാസ് ജായിസാണ് എന്ന അഭിപ്രായം അനുസരിച്ചും ഇത് ഷർത്തായി നിൽക്കാൻ വേണ്ടി. അൽ മുറജ്ജഹി ഇൻദഹു, മുസന്നിഫിന്റെ അടുക്കൽ മുറജ്ജഹായ ജവാസ്. المرجح صفة للجواز مع جواز القياس المرجح ذلك الجواز عنده عند المصنف.